ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ നാടൻ ഉഴുന്നുവടയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ അതിന് മുന്നേ എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 കപ്പ് ഉഴുന്ന്, ഞാനിപ്പോൾ ഇവിടെ ഉഴുന്നിന് പ്രത്യേക അളവൊന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം മറ്റു കൂടുതലായിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ 2 കപ്പ് ഉഴുന്ന് നന്നായിട്ടൊരു 3 മണിക്കൂർ കുതിർത്തിട്ട് ഇപ്പോൾ അത് അരിച്ചെടുത്തിരിക്കുകയാണ്. നന്നായിട്ട് കഴുകി അരിച്ചെടുത്തിട്ട് നമുക്കതൊന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഞാനിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. ഒരു തുള്ളി പോലും വെള്ളം കൂട്ടുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഉഴുന്നിലേക്ക് വെള്ളം പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ കുതിർത്ത് വെക്കുമ്പോൾ ഉഴുന്നിലേക്ക് വെള്ളം പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നിങ്ങൾക്കിനി അരച്ചെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. കൂടുതൽ വെള്ളം ചേർത്താൽ നമുക്ക് ആ ഉഴുന്നുവടയുടെ ഷേപ്പാക്കി കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഞാൻ മറ്റു മസാലകളൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തതോ അല്ലെ ക്രഷ് ചെയ്യാത്ത സാധാരണ പച്ചക്കുള്ള കുരുമുളകോ ഇട്ട് കൊടുക്കുക കേട്ടോ. പച്ചക്കെന്ന് വെച്ചാൽ ഉണക്കിയത് മുഴുവനായിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്കൊന്ന് മാറ്റി വെക്കാം. മാവ് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഹോൾ എങ്ങനെ ഇടുന്നതെന്ന് നോക്കാം. സിമ്പിളായിട്ടുള്ള വഴിയാണ്. ഒരു ഇല എടുക്കുക. ഇല നന്നായിട്ട് നനഞ്ഞിരിക്കണം. എന്നിട്ട് ഒരു ബോൾ മാവ് എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് വെക്കുക. എന്നിട്ടൊന്ന് വെള്ളത്തിൽ തൊട്ടിട്ട് മറ്റേ കൈ ഒന്ന് വെള്ളത്തിൽ തൊട്ടിട്ട് ഒരു ഹോളാക്കി കൊടുക്കുക. ഇനി ആ ഇലയുള്ള മാവ് നമ്മുടെ ഇപ്പുറത്തെ കൈയിലേക്ക് ഇട്ട് കൊടുക്കുക. നേരെ ചൂടായിക്കൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് ഒരു സൈഡിലൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. കൈ പൊള്ളാതെ ഇട്ട് കൊടുക്കുക, ശ്രദ്ധിക്കണം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട, ഹോളുള്ള സൂപ്പർ ഉഴുന്നുവട നമുക്ക് കിട്ടുന്നതാണ്. ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ആദ്യത്തെ 1-2 ചിലപ്പോൾ ഫൗളായി പോവും, പിന്നെ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ വട ഇപ്പോൾ ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, ലോ ഫ്ലെയിമിലും വെക്കാൻ പാടില്ല. അതിന് നടുവിലുള്ള മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണയിൽ പൊരിക്കുന്ന എല്ലാ പലഹാരവും ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ എണ്ണ നന്നായിട്ട് കുടിക്കും. അത് കാരണം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ കൺട്രോൾ ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മുടെ വടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കോരിയെടുക്കുകയാണ്. നല്ല സൂപ്പറായിട്ട് ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റുള്ള വട റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. കൂടെ ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.